ദുബായിൽ റെസിഡൻസ് വിസ, എംപ്ലോയ്മെൻ്റ് വിസ പുതുക്കാൻ വേണ്ടി കഴിഞ്ഞ ഏതാനും മാസങ്ങളായിട്ട് ഇന്ന് വരെ മെഡിക്കൽ എടുക്കണമെന്ന വ്യവസ്ഥ വേണ്ടായിരുന്നു. ആ ഇളവ് ഇന്ന് മുതൽ മാറിയിട്ടുണ്ട്. ഇന്ന് വിസ പുതുക്കാൻ ചെന്നവർക്കൊക്കെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൊണ്ടുവരണം, ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ആമർ സെൻ്ററുകളിൽ നിന്ന് അറിയിപ്പായി പുറത്തു വന്നിട്ടുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കണം. അതേസമയം അബുദാബിയിലും മറ്റുള്ള എമിറേറ്റുകളിലൊന്നും മാറ്റം വന്നിട്ടില്ല. ദുബായിലാണ് ഈ ഒരു മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വീണ്ടും വേണം എന്നുള്ള കാര്യം ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത്. ഇനി മെഡിക്കലിൻ്റെയൊക്കെ ഫീസ് അറിയാമല്ലോ. പെട്ടെന്ന് കിട്ടാൻ VIP എന്ന രൂപത്തിലാണെങ്കിൽ 750 ദിർഹംസ് കൊടുക്കണം. 4 മണിക്കൂർ കൊണ്ട് കിട്ടും എടുത്താൽ. പോയി മെഡിക്കൽ എടുക്കാൻ വേണ്ടി ബ്ലഡ് കൊടുത്തു കഴിഞ്ഞാൽ. അതുപോലെ 24 മണിക്കൂറിനകം കിട്ടണമെങ്കിൽ 510, 48 മണിക്കൂർ കൊണ്ട് കിട്ടിയാൽ മതിയെങ്കിൽ 410. അതല്ല 5 വർക്കിംഗ് ഡേയ്സ് കൊണ്ട് സാധാരണ രൂപത്തിൽ കിട്ടണമെങ്കിൽ 320 ദിർഹം കൊടുത്താൽ മതി എന്നതാണ് നിലവിലെ നിയമം എന്ന കാര്യം ഓർമ്മിച്ചതേ ഉള്ളൂ. മറ്റൊരു വലിയ ആനുകൂല്യത്തിൻ്റെ കാര്യം കൂടി ഇന്ന് പറയാനുണ്ട്. NOC ഇല്ലാതെ രാജ്യത്തിപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാനുള്ള ഫയൽ ഓപ്പൺ ചെയ്യാം. നാളിതുവരെ 60-ലധികം കാറ്റഗറികൾക്ക് മാത്രമായിരുന്നു, ഉന്നത കാറ്റഗറികൾ എന്ന് പറയുന്ന പ്രൊഫഷണൽ കാറ്റഗറികൾ, അതിന് മാത്രമായിരുന്നു ഈ ഒരു NOC വേണ്ട, എംപ്ലോയറുടെ സ്പോൺസറുടെ NOC വേണ്ട എന്നുള്ളത്. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് ഒരു NOCയും വേണ്ട, പോയി പെട്ടെന്ന് ഫയൽ തുറക്കാം, ആളുകൾക്ക് പഠിക്കാം എന്നുള്ള കാര്യം. എമിറേറ്റ്സ് ID-യുമായിട്ട് പോയാൽ മതി, ഫോട്ടോ കൈവശം വെച്ചിരിക്കണം. അവിടെ ചെല്ലുമ്പോൾ, ഇതുമായി ബന്ധപ്പെട്ട മുറൂർ ഓഫീസുകൾ ചെല്ലുമ്പോൾ കർശനമായ കോവിഡ് പ്രതിരോധ നിയന്ത്രണങ്ങളൊക്കെ പാലിച്ചിരിക്കണം എന്ന് മാത്രം. അത് ഈ മൊത്തത്തിൽ ബിസിനസ്സിനെ ശക്തിപ്പെടുത്തും. ആളുകൾക്ക് നല്ലൊരു അവസരമാണ്. വെയിറ്റർക്കും ഡൊമസ്റ്റിക് ഹെൽപ്പേഴ്സിനും ഒക്കെ കാറ്റഗറി ഒന്നും നോക്കാതെ എല്ലാവർക്കും ഇനിയിപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടും. ഇത് എന്ന് ഈ നിയമം മാറുമെന്നുള്ള അറിയില്ല. അതുകൊണ്ട് പെട്ടെന്ന് എടുത്തു വെച്ചോളൂ. എല്ലാ എമിറേറ്റിലും ഇപ്പോൾ അത് ബാധകമാണ്. വന്ദേ ഭാരത് മിഷൻ ഇനി നമ്മൾ കോൺസുലേറ്റ് എന്ന് വിളി വരും, എംബസി എന്ന് വിളി വരും എന്നൊന്നും നോക്കിയിരിക്കേണ്ട. ഇന്ന് വൈകുന്നേരം 7 മണി മുതൽ ആ സിസ്റ്റം മാറി. ആരൊക്കെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ അവർക്കൊക്കെ ഒന്നുകിൽ airindiaexpress.in അതിൽ പോയിട്ട് നേരിട്ട് തന്നെ രജിസ്റ്റർ ചെയ്യാം. അതല്ലെങ്കിൽ പിന്നീട് ചെയ്യാനുള്ളത് ഏതെങ്കിലുമൊക്കെ എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ ഓഫീസുകളിലേക്ക് പോകാം. അതെല്ലാ എമിറേറ്റുകളിലും ഓഫീസുണ്ട്, അലയിലുമുണ്ട്. അവിടെ പോയി, അല്ലാതെ കോൺസുലേറ്റിൻ്റെ എംബസിയുടെയും വിളി കാത്തിരിക്കേണ്ട കാര്യമില്ല. ആദ്യം പോകുന്നവർക്ക് ആദ്യം കിട്ടും ടിക്കറ്റ്. അത് നോക്കിയിട്ട് പൊക്കൊള്ളുക. 750 ദിർഹംസാണ്. ഇനി അതിലും സ്ലാബ് അനുസരിച്ച് കൂട്ടുന്ന പരിപാടിയുണ്ട്. ഇതിനിടയിൽ ചില കാര്യങ്ങൾ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്ന് അറിയണം. എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ ടിക്കറ്റ് തരാം എന്ന് പറഞ്ഞുകൊണ്ട് ചില ആളുകൾ, അത് ട്രാവൽ ഏജൻസി ആണോ, മറ്റേതെങ്കിലും സ്ഥാപനങ്ങളാണോ, ഫ്രീലാൻസേഴ്സ് ആണോ, മറ്റേതെങ്കിലും കച്ചവടക്കാരാണോ അറിയില്ല, പലരെയും വിളിച്ചിട്ട് വാട്സപ്പ് മെസ്സേജിലൂടെ പറയുന്നുണ്ട് 900 ദിർഹം കൊണ്ടുവരൂ, നാളെ ആയാൽ നിങ്ങൾക്ക് കിട്ടില്ല, 950 കൊണ്ടുവരൂ എന്നൊക്കെ പറഞ്ഞു ഒരു തരം പുതിയ ലേലം വിളി ഇറങ്ങിയിട്ടുണ്ട് എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ പേരിൽ, വന്ദേ ഭാരത് മിഷൻ്റെ പേരിൽ. അതൊരു പക്ഷേ ഇങ്ങനെയൊക്കെ ടിക്കറ്റ് സാധാരണ ഓഫീസുകൾക്ക്, എയർ ഇന്ത്യ ഓഫീസുകൾക്ക് വന്ദേ ഭാരത് മിഷൻ്റെ കീഴിലുള്ള ഫ്ലൈറ്റുകളിൽ യാത്ര ടിക്കറ്റ് എടുത്തു പോകാൻ അനുവദിക്കുന്നു എന്നറിഞ്ഞിട്ട് ചില ബിരുദന്മാർ ചെയ്യുന്നതാവും. ഏതായാലും അതിൻ്റെ ഫ്ലൈറ്റ് ടിക്കറ്റ് നിരക്കൊക്കെ അറിയാമല്ലോ. ആ 750-നെ ചുറ്റിപ്പറ്റി നിൽക്കുന്നതാണ്. പോകണമെന്നുള്ളവർ പെട്ടെന്ന് പോയിട്ട് അതിൽ എടുക്കാനുള്ള സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഇടനിലക്കാരില്ലാതെ ഒരു പ്രാവശ്യം വെളി വന്നാൽ കട്ട് ചെയ്തു പോയാൽ തിരിച്ച് കോൺസുലേറ്റ് വിളിച്ചാൽ കിട്ടില്ല, എംബസി വിളിച്ചാൽ കിട്ടില്ല. ആ പരാതിക്കൊന്നും നോക്കി നിൽക്കണ്ട. രജിസ്റ്റർ ചെയ്ത ആളാണോ ഇപ്പോൾ തന്നെ ഓൺലൈനിൽ പോയി ടിക്കറ്റ് ഉണ്ടോ എന്ന് നോക്കും. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ദിവസത്തേക്ക് ജൂലൈ 3 മുതൽ 14 വരെയുള്ള 19 ഫ്ലൈറ്റ് ഉണ്ട് ഇന്ത്യയിലേക്ക്. അതിൽ കയറിപ്പറ്റാൻ അത്യാവശ്യക്കാരാണെങ്കിൽ പോകാൻ നോക്കൂ. പക്ഷേ ഇതിനിടയിൽ സംഭവിച്ചിരിക്കുന്നൊരു വലിയ മാറ്റമുണ്ട്. ഈ ചാർട്ടേഡ് ഫ്ലൈറ്റുകളുടെ ബാഹുല്യം, അതിൻ്റെയൊക്കെ ടിക്കറ്റ് നിരക്ക് ഇപ്പോൾ കുറഞ്ഞു വന്നു. എല്ലാ ഫ്ലൈറ്റുകളും കുറച്ചെങ്കിലും സീറ്റ് ബാക്കിയാക്കിയാണ് പോകാൻ പോകുന്നത് എന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുന്നു. അതിൻ്റെ കൂട്ടത്തിലാണ് ചാർട്ടേഡ് ഫ്ലൈറ്റ് ഓപ്പറേറ്റ് ചെയ്ത് ലാഭമുണ്ടാക്കാമെന്നൊക്കെ കരുതിയിരുന്ന കുറേ ആളുകൾക്ക് പെട്ടെന്നൊരു ക്ഷീണം സംഭവിച്ചതുപോലെ വീണ്ടും കൂടുതൽ വന്ദേ ഭാരത് മിഷൻ ഫ്ലൈറ്റുകൾ 750-ന് ഓടാൻ വേണ്ടി തയ്യാറെടുത്തുകൊണ്ട് അബുദാബിയിൽ നിന്നും ദുബായിൽ നിന്നും നിൽക്കുന്നത്. ഈ സാഹചര്യത്തിൽ ആളുകൾ പൊതുവെ പോകാൻ മടിക്കുന്നു. മാത്രമല്ല, നാട്ടിൽ ഒരു കേസുണ്ടായാൽ അത് വലിയ ചാനലുകളിലെല്ലാം വലിയ വിവാദ സംവാദ പരിപാടിയായി വരുന്നതുകൊണ്ട് ആളുകൾ കുറച്ചെങ്കിലും സുരക്ഷിതമാണ്, മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് മാറി നിൽക്കുന്നത് എന്ന അർത്ഥത്തിലെത്തിയിരിക്കുന്നു.
നാട്ടിലേക്ക് പോകാനിരിക്കുന്ന ആളുകൾ പോലും അത്യാവശ്യമില്ലെങ്കിൽ പോകണ്ട എന്ന് കരുതി മാറി നിൽക്കാൻ തുടങ്ങിയിരിക്കുന്നു സജീവമായിട്ട്. അത് പ്രകടമാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളും പറയുന്നത് അത്യാവശ്യമുണ്ടെങ്കിൽ പോയാൽ മതി. വീട്ടിൽ നിന്ന് പോലും പച്ചവെള്ളം കിട്ടാത്ത സാഹചര്യത്തിലേക്ക് ഒറ്റപ്പെടുത്തി ഒരു മുറിയിലൊക്കെ അടച്ചിട്ടുകൊണ്ട് ചെറിയ ദ്വാരങ്ങളുണ്ടാക്കി അതിലൂടെ ആഹാര സാധനങ്ങൾ വലിച്ചെറിഞ്ഞു തന്നുകൊണ്ട് ചില ആളുകളുടെയൊക്കെ വാട്സപ്പ് സന്ദേശങ്ങളിൽ പ്രചരിക്കുന്നതൊക്കെ സത്യമാണെങ്കിൽ ഇങ്ങനെ ഒരിക്കലും പ്രവാസികൾക്ക് സംഭവിക്കരുതേ എന്ന് പ്രാർത്ഥിച്ചു പോകും. അത്രയ്ക്ക് പലയിടങ്ങളിലും വേണ്ടാതായിരിക്കുന്നു. ഇതെല്ലാ കുടുംബങ്ങളുടെയും കാര്യമല്ല ഈ പറയുന്നത്. ആളുകൾ അവനവൻ്റെ ശരീരം മാത്രം എന്ന രൂപത്തിലേക്ക് ചുരുങ്ങി വരുന്ന ഒരു സാഹചര്യത്തെ നമ്മൾ കാണണം, അത് മനസ്സിലാക്കണം. അതുകൊണ്ട് അത്യാവശ്യക്കാർ പോകണം, അത്യാവശ്യമില്ലാത്തവർ പോകാതെ ജോലി ചെയ്തുകൊണ്ടും കൂടുതൽ തൊഴിൽ കിട്ടാനുള്ള അവസരം ഉപയോഗപ്പെടുത്തിക്കൊണ്ടും ഇവിടെയൊക്കെ തന്നെ ഉണ്ടാകണം എന്ന് ഞങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. ഇന്നലെ ABC കാർഗോ കഴിഞ്ഞ ദിവസം നടത്തിയിരുന്ന ഒരു മത്സരമെന്ന് പറയാൻ പറ്റില്ല. നിങ്ങളുടെ പേരും ABC കാർഗോയും എന്ന് വാക്കും എഴുതി അയക്കാൻ പറഞ്ഞിരുന്നു. ഈ കാർഗോ മേഖലയിലെ പൈനിയർ എന്നറിയപ്പെടുന്ന ABC കാർഗോ അതിൻ്റെ വിജയി എന്ന് പ്രഖ്യാപിക്കുകയാണ്. മിസ്റ്റർ മുഹമ്മദ് അൻവർ ആണ് എയർ ടിക്കറ്റ് സ്വന്തമാക്കിയിരിക്കുന്നത്. ABC കാർഗോയുടെ മാനേജ്മെൻറ്റിനെ ഞങ്ങൾ ഈ വിവരം അറിയിക്കും. നമ്പർ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. മുഹമ്മദ് അൻവർ ഞങ്ങളുടെ ഇൻബോക്സിൽ വന്ന് താങ്കളുടെ നമ്പർ പറ്റുമെങ്കിൽ ഇന്ന് രാത്രി തന്നെ തരണം. ഏത് ഫേസ്ബുക്ക് ID-യിൽ നിന്നാണോ താങ്കൾ പേരെഴുതി അയച്ചത് അതിൽ നിന്ന് തന്നെ നമ്പർ ഞങ്ങളുടെ ഇൻബോക്സിൽ വന്ന് തരണം. ഞങ്ങളത് മാനേജ്മെൻറ്റ് കൊടുക്കും. മാത്രമല്ല ഇത്രയും ആയിരങ്ങൾ പ്രതികരിച്ചല്ലോ എന്ന് കരുതി ABC കാർഗോയുടെ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ഷെരീഫ് അബ്ദുൽ ഖാദർ ഇന്ന് ഞങ്ങളോട് പറഞ്ഞു ഇതുപോലെ മറ്റു പല സമ്മാനങ്ങളും നൽകിക്കൊണ്ട് ABC കാർഗോ മുന്നോട്ട് വരും. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞിട്ട് എപ്പോഴാണോ നിങ്ങൾക്ക് ആവശ്യം നമുക്ക് സംസാരിച്ചിട്ട് കൂടുതൽ സമ്മാനങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് കൊടുക്കാം എന്ന സന്തോഷ വർത്തമാനം അറിയിച്ചിട്ടുണ്ട് എന്ന കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ഇനിയിപ്പോൾ ഏത് ദിവസവും എപ്പോൾ വേണമെങ്കിലും ABC കാർഗോയുടെ കൂടുതൽ സമ്മാനങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. എയർ ടിക്കറ്റോ മറ്റെന്തെങ്കിലും കാര്യങ്ങളോ എന്തായാലും പ്രതീക്ഷിക്കാമെന്നുള്ള വാക്ക് ഡോക്ടർ ഷെരീഫ് അബ്ദുൽ ഖാദർ നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ആൻസ് ടോർട്ടിയ മെക്സിക്കൻ ഫുഡ്. ഞങ്ങൾ വിചാരിച്ചു ഈ ടോർട്ടില എന്ന് എഴുതുകയും ടോർട്ടിയ എന്ന് ഉച്ചരിക്കുകയും ചെയ്യുന്നതൊക്കെ ആളുകൾ സ്പെല്ലിംഗ് തെറ്റിക്കുമെന്ന്. 100 കണക്കിന് ആളുകൾ സജീവമായി ഒരു അക്ഷരം പോലും തെറ്റിക്കാതെ ഉത്തരം അയച്ചിട്ടുണ്ട്, പേരയച്ചിട്ടുണ്ട്. അടുത്ത ദിവസം അതിൻ്റെ റിസൾട്ട് പറയുന്നതാണ്. ഇന്നിപ്പോൾ റിസൾട്ട് ഒന്നും പറഞ്ഞല്ലോ ABCയുടെ. ഇന്ന് വളരെ പ്രധാനപ്പെട്ടൊരു സന്തോഷ വർത്തമാനം ദുബായ് വാർത്തയ്ക്ക് ഒരു മാധ്യമം എന്ന രൂപത്തിൽ നിങ്ങളെ അറിയിക്കാനുള്ളത്. ദുബായിൽ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന J&J മാർക്കറ്റിംഗ് LLC എന്ന സ്ഥാപനം, അതിൻ്റെ മാനേജിംഗ് ഡയറക്ടർ മിസ്റ്റർ ജിജി വർഗീസ്, അദ്ദേഹത്തിൻ്റെ ഒരു സാമൂഹിക പ്രതിബദ്ധത കാണിക്കുന്ന CSR ഇനിഷ്യേറ്റീവ് എന്ന രൂപത്തിൽ ഒരു ഫ്ലൈറ്റ് നിറയെ ആളുകളെ ഫ്രീ ആയിട്ട് നാട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. ജൂലൈ 3-ാം തീയതി ആയിരിക്കും മിക്കവാറും ഫ്ലൈറ്റ് എന്നുള്ളത് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട്. എന്തെങ്കിലും അങ്ങോട്ടോ ഇങ്ങോട്ടോ ചില്ലറ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ അറിയിക്കും. അർഹതപ്പെട്ടത് നിങ്ങൾക്ക് തോന്നുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് അവിടെ അപേക്ഷിക്കാം. അർഹതയുള്ള ആളായിരിക്കണം. മറ്റ് വകുപ്പുകളൊന്നും മറ്റ് ചിലവാക്കാൻ വേണ്ടി കാശൊന്നും ഇല്ലാത്ത സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന ആളുകളാണെങ്കിൽ കൊണ്ടുപോകാമെന്ന് J&J മാർക്കറ്റിംഗ് അറിയിച്ചിട്ടുണ്ട്. ജിജീസ് എന്ന ബ്രാൻഡിൻ്റെ പേരിലാണ് ഒരു മിഷൻ പോലെ, മിഷൻ ജിജീസ് എന്ന പേരിലാണ് ജിജി വർഗീസ് ഇത് കൊണ്ടുപോകുന്നത്. ഏതായാലും നല്ലത് വരട്ടെ, ആളുകൾക്ക് പ്രേരണയാവട്ടെ. ഇങ്ങനെ കൊണ്ടുപോകാൻ സാധ്യതയുള്ള ആളുകൾക്ക് 10-20 രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന J&J മാർക്കറ്റിങ്ങിന് ഇത് ചെയ്യാനുള്ള കെൽപ്പുണ്ട്. അതുപോലെ കെൽപ്പുള്ള ആളുകൾ ഇങ്ങനെ കൊണ്ടുപോകാൻ വരട്ടെ. 2-3 നമ്പർ തരാം. നിങ്ങളിൽ അർഹതയുള്ളവർ വിളിക്കൂ, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്തിട്ട് ഇങ്ങനെ വിളിച്ചാൽ ഫ്രീ ടിക്കറ്റ് കിട്ടും എന്ന കാര്യമൊന്ന് അറിയിക്കൂ. 055-268-3736, 055-261-4845, 055-262-1787. സന്തോഷ വർത്തമാനം ഇതല്ല. ഞങ്ങൾ കാര്യം സംസാരിച്ചപ്പോൾ മിസ്റ്റർ ജിജി വർഗീസും അതുപോലെ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന പബ്ലിക് ലിങ്ക് മിസ്റ്റർ രഘു, ഇവരൊക്കെ ഈ ദുബായ് വാർത്തയോടെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെ സൂക്ഷ്മമായിട്ട് വീക്ഷിക്കുന്നവരാണ്. ഞങ്ങളോട് പറഞ്ഞത് നിങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഇതാ 5 ടിക്കറ്റ് സൗജന്യമായി തന്നിരിക്കുന്നു. നിങ്ങൾ ആരെ സജസ്റ്റ് ചെയ്താലും ഞങ്ങൾ കൊണ്ടുപോകാം, അർഹതയുള്ള ആളുകളെ തരണം എന്നത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് 5 പേർക്ക് ഞങ്ങൾ ഈ ഒരു ജിജീസ് മിഷന് വേണ്ടി ടിക്കറ്റ് നൽകാം. അങ്ങനെയുള്ളവർ അവരുടെ പേരുകളൊന്നും പരസ്യപ്പെടുത്താതെ നിങ്ങളുടെ ഇൻബോക്സിലേക്ക് വന്ന് എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ എന്നുള്ളത് ഒരു വരിയിൽ എഴുതിയിട്ട് നമ്പറും തരിക. ഞങ്ങളുടെ സെലക്ഷൻ കമ്മിറ്റി പലരെയും തിരിച്ചു വിളിച്ചിട്ട് ഒരു 5 പേരെ ആ പേരും പാസ്പോർട്ട് കോപ്പിയുമൊക്കെ ഞങ്ങൾ കൊടുത്തുകൊള്ളാം.
അതുകൊണ്ട് ഈ 5 സീറ്റ് നമുക്ക് കിട്ടിയത് വലിയ കാര്യമാണ്. കഴിഞ്ഞ ദിവസം KMCC നമുക്ക് 5 സീറ്റ് തന്നിരുന്നു. അതുപോലെ ഓരോരുത്തരും മുന്നോട്ട് വന്ന് തരികയാണ്. ആദ്യം ഈ വേദിയിൽ വന്ന് ഡോക്ടർ KP ഹുസൈനാണ് ഒരു ഉദ്ഘാടനം പോലെ 25 ടിക്കറ്റിൻ്റെ കാര്യം പറഞ്ഞത്. ഓർക്കുന്നുണ്ടോ? അന്ന് ആരും ടിക്കറ്റിൻ്റെ കാര്യമൊന്നും പറയാതിരുന്ന സമയത്ത് 25 ടിക്കറ്റ് തന്നത് ഞങ്ങൾക്ക് വലിയ അത്ഭുതമായി, ഞങ്ങൾക്ക് വലിയ ആകാംക്ഷയായി, ഞങ്ങൾക്കും കൂടുതൽ സ്വപ്നങ്ങളുണ്ടായി. ഓരോരുത്തരോട് അങ്ങോട്ട് ചോദിക്കാനുള്ള മനസ്സ് വന്നു. ചോദിക്കുമ്പോൾ തരാനുള്ള മനസ്സ് ഇരട്ടിയാക്കി ഓരോരുത്തർ പ്രദർശിപ്പിച്ചു. അങ്ങനെയൊക്കെ എത്രയോ ആളുകളെ നമുക്ക് അയക്കാൻ പറ്റി. ആ സന്തോഷം പങ്കുവെച്ചുകൊണ്ടാണ് ഈ ഒരു 5 ടിക്കറ്റിനും ഇൻബോക്സിലേക്ക് വന്ന് അർഹതയുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ മാത്രം ഞങ്ങളെ അറിയിക്കൂ. 5 പേരെ നാളെ തന്നെ എടുത്ത് അതിൻ്റെ പേരും വിവരങ്ങളും ഞങ്ങൾ നൽകാം. അതുപോലെ ദുബായിലെ UAE സേവനം എന്ന സംഘടന 750 ദിർഹത്തിനാണ് ചാർട്ടർ ഫ്ലൈറ്റ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ജൂലൈ 1 അബുദാബിയിൽ നിന്ന് കൊച്ചിയിലേക്കും ജൂലൈ 2 തിരുവനന്തപുരത്തേക്കും അബുദാബിയിൽ നിന്ന് ഫ്ലൈറ്റ് ഓടിക്കുന്നു. കണ്ണൂരിലേക്ക് ഒരു ഫ്ലൈറ്റ് ഉണ്ട്, തീയതി നിശ്ചയിച്ചിട്ടില്ല. അബുദാബിയിൽ നിന്നാണ്. 750 ദിർഹം മാത്രമേ ഉള്ളൂ. ഒരു നമ്പർ തരാം, 0555678 007 ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി അതിൽ വിളിക്കാം. കഴിഞ്ഞ 6 ദിവസത്തിനിടയിൽ ആഗോളാടിസ്ഥാനത്തിൽ 1 മില്യൺ കേസുകളുണ്ടായി. ഇന്നലത്തെ രാത്രിയിലെ കാര്യം അറിയാമല്ലോ. മൊത്തത്തിൽ 1 കോടി കഴിഞ്ഞ ദിവസമായിരുന്നു. ഇന്നലെ രാത്രി നമ്മൾ ഈ പ്രോഗ്രാം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെ സംഭവിച്ചത്. കുറച്ച് കഴിഞ്ഞപ്പോൾ 5 ലക്ഷമായി മരണസംഖ്യ. അതും കഴിഞ്ഞപ്പോൾ മുന്നോട്ട് പോവുകയാണ്. കഴിഞ്ഞ 6 ദിവസത്തിനിടയിൽ 1 മില്യൺ കടന്നിരിക്കുന്ന ഘട്ടത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ രോഗത്തിൽ നിന്ന് മുക്തിയൊന്നും ഉണ്ടായിട്ടില്ല. ഈ രോഗത്തിൽ നിന്ന് പെട്ടെന്ന് മുക്തി ഉണ്ടാകുമെന്ന് കരുതുന്നുമില്ല. ലോകാരോഗ്യ സംഘടന പറഞ്ഞിരിക്കുന്നത് 12 മാസം മുതൽ 18 മാസം വരെ ഇനി ഇതുമായി മൽപ്പിടുത്തത്തിലായി മുന്നോട്ട് പോകേണ്ടി വരുമെന്നാണ്. ഇതിനിടയിൽ ഒരു ആഗോള നേതൃത്വം എന്ന രൂപത്തിൽ നമ്മളെല്ലാവരും പണ്ടേ കരുതുന്ന അമേരിക്ക ഇപ്പോൾ അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒറ്റപ്പെടൽ നേരിടുന്നു എന്ന അർത്ഥത്തിലുള്ള റിപ്പോർട്ടുകൾ CNN അടക്കമുള്ള അമേരിക്കയുടെ സ്വന്തം മാധ്യമങ്ങൾ പുറത്തുവിടുകയാണ്. ഇത് ദുബായിലിരുന്ന് ദുബായ് വാർത്ത ഉണ്ടാക്കി പറയുന്ന വാർത്തയല്ല. നിങ്ങൾ പോയി CNN വെബ്സൈറ്റ് സന്ദർശിച്ചാൽ തന്നെ ആർക്കും പിടികിട്ടും, ഗൂഗിൾ ചെയ്താൽ പിടികിട്ടും. അമേരിക്ക അവരുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഏകാന്തതയിലേക്ക് പോവുകയാണ്. ചൈനയുമായിട്ട് കുറച്ച് നാളായിട്ട് പ്രശ്നമുണ്ട്. WHO ഇപ്പോൾ വളരെ വലിയ രാഷ്ട്രീയ പ്രശ്നങ്ങളാണ്. ഈ വൈറസിനിടയിൽ രാഷ്ട്രീയത്തെ കലർത്തിയതാണ് പ്രശ്നമായി മാറിയത്. അതുപോലെ യൂറോപ്യൻ യൂണിയനുമായിട്ട് സഹവാസമുണ്ടായിരുന്ന പല രാജ്യങ്ങളും ഇപ്പോൾ ആ ഒരു മമത കാണിക്കുന്നില്ല. പിന്നെ ആരാണ് അമേരിക്കയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കൂടെ നിൽക്കാനുള്ള അങ്ങനെ ഒരു ഗതികേടിലെത്തിയിരിക്കുന്ന അർത്ഥത്തിലുള്ള റിപ്പോർട്ട് CNN പുറത്തുവിടുമ്പോൾ അതിനുവേണ്ടി പ്രത്യേകിച്ചുള്ള ട്രംപിൻ്റെ ഇൻ്റർവ്യൂ അടക്കം എടുത്ത് കൊടുത്തിട്ടാണ് ഈ മനുഷ്യൻ എന്താണ് ഈ പറയുന്നത് എന്ന് ചോദിച്ചുകൊണ്ടാണ് CNN റിപ്പോർട്ട് അവതരിപ്പിച്ചിരിക്കുന്നത്. ലോകത്തിന് എപ്പോഴും അമേരിക്ക ഒരു നേതൃത്വമാണ്, അമേരിക്ക പറയുന്നതാണ് കാര്യങ്ങൾ എന്നൊക്കെ വിചാരിച്ചിരുന്നു നമുക്ക് ഈ 2020 തെറ്റി എന്നുള്ളതാണ്. 2017 ജനുവരിയിൽ അധികാരത്തിൽ വന്ന ട്രംപ് 3.5 വർഷം കൊണ്ട് ആ രാജ്യത്തിൻ്റെ സൽപ്പേരിനെ ഇല്ലാതാക്കിയെന്ന് ആഭ്യന്തരമായി തന്നെ റിപ്പോർട്ടുകൾ വരുന്ന കാലമാണെന്ന് നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ നേതൃത്വം ഈ വിഷയത്തിൽ അമേരിക്കയുടേത് പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഗവേഷണം, വാക്സിൻ, ട്രീറ്റ്മെൻറ്റ്, ടെസ്റ്റ് ഇതൊക്കെ ഓരോരുത്തർ അവരവരുടെ നിലയ്ക്ക് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് പറയുന്നത്. ഇത്രയും കാര്യം പറഞ്ഞ് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ കാര്യം നമ്മൾ തന്നെ നോക്കേണ്ടി വരും. ആരും വന്ന് നോക്കിത്തരില്ല. ഒരു പ്രത്യേക ദൂതനായിട്ട് ആരും മരുന്നും കൊണ്ടും വാക്സിൻ കൊണ്ടും ടെസ്റ്റ് നടത്താൻ കൊണ്ടൊന്നും വരില്ല. അവനവൻ്റെ തടി സംരക്ഷിക്കേണ്ട ഒരു ആവശ്യകത സ്വന്തമായിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നിൽക്കണം. അതുകൊണ്ട് ഉള്ള പണി ഇട്ടിട്ടോടരുത് എന്നാണ് പറയുന്നതിൻ്റെ മറ്റൊരർത്ഥം. നാട്ടിലെ സാഹചര്യം അല്പം പോലും ഭദ്രമല്ല. ദിവസം 20,000 കേസ് വെച്ചായിരിക്കുന്നു. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് അമേരിക്കയിൽ ഇങ്ങനെയായിരുന്നു. പിന്നീടാണ് 40,000, 47,000 ഒക്കെയായി മാറിയത്. അമേരിക്ക പറഞ്ഞ മുഴുവൻ സിദ്ധാന്തങ്ങളും വൈറസുമായി ബന്ധപ്പെട്ട് തെറ്റായിരുന്നു എന്ന് ബോധ്യമായി. ആളുകൾക്കൊക്കെ ഫ്ലൂ വന്നു കഴിഞ്ഞാൽ വാക്സിൻ എടുക്കണമെന്ന് നിർബന്ധിക്കുന്ന രാജ്യത്ത് ഈ ഒരു വൈറസ് വന്നപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാതെ ആളുകൾക്കൊന്നും യാതൊരു പ്രതിരോധവുമില്ലാതെയായി മാറിയിരിക്കുന്ന അവസ്ഥയിൽ ഒരു 10-30 ലക്ഷത്തോളം ആളുകൾ, ആകെ 1,30 ലക്ഷത്തോളം ആളുകൾ അമേരിക്കയിൽ മാത്രമാണ് രോഗബാധയിൽപ്പെട്ടത്. 1,30,000 ആളുകൾ മരിച്ചുപോയത് 5 ലക്ഷത്തിൽ അമേരിക്കയിലാണ്, ഒരൊറ്റ രാജ്യത്തിൽ. മെക്സിക്കോയിൽ 56,000-ലധികം ആളുകൾ മരിച്ചിരിക്കുന്നു. മൂന്നാമത്തെ കോളത്തിൽ നിൽക്കുന്ന റഷ്യയിൽ 10,000-ൽ താഴെയാണ് മരണം. അതിൻ്റെ താഴെ നിൽക്കുന്ന ഇന്ത്യയിൽ ഇപ്പോൾ 17,000 ഇങ്ങനെ കടന്ന് 20,000-ൻ്റെ രൂപത്തിലേക്ക് മരണസംഖ്യ പോകുന്നെന്നാണ് പുതിയ കണക്കുകളൊക്കെ പറയുന്നത്. ഇന്ത്യയുടെ കണക്കിൽ സൂചിപ്പിക്കുന്നത് 16,485 ആളുകൾ ഇതിനകം മരിച്ചിരിക്കുന്നു ഇന്ന് വൈകുന്നേരത്തെ റിപ്പോർട്ട് വരുമ്പോൾ.
അതുപോലെ 5.5 ലക്ഷമായിരിക്കുന്നു രോഗബാധയുടെ എണ്ണം. അപ്പോൾ ഇന്ത്യ ഒരു പുതിയ ഫോക്കസായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യയിലേക്ക് ചെല്ലുമ്പോൾ ഡൽഹിയും മുംബൈയും കത്തുന്നത് പോലെ രോഗബാധ കൂടിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ ദിവസവും 100-ന് മുകളിൽ എന്ന് പറഞ്ഞ് നമ്മൾ വിചാരിക്കാത്ത കണക്കിലേക്ക് വരികയാണ്. കേരളത്തിലെ ആളുകളുടെ കാര്യം നോക്കാൻ വേണ്ടി സർക്കാർ ഓടുമ്പോൾ നമ്മൾ ചെന്നിറങ്ങുന്ന പ്രവാസികളുടെ കാര്യത്തിൽ മുമ്പ് കിട്ടിയ പരിഗണന കിട്ടുമെന്ന് നമ്മൾ ധരിക്കരുത്. വിവാദങ്ങൾ, അന്തിച്ചർച്ചകൾ മാത്രമായി നമ്മുടെ ജീവിതം ഇട്ടുകൊടുക്കാനുള്ളതല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഉള്ളയിടത്ത് എന്തെങ്കിലും പണി കിട്ടുമെന്ന് സൂചനയുണ്ടെങ്കിൽ അതുമായി മുന്നോട്ട് പോകാൻ പരമാവധി ശ്രമിക്കണമെന്നാണ് വൻകിട രാജ്യങ്ങളുടെയും വ്യക്തികളുടെയും ഒക്കെ കാര്യങ്ങൾ വെച്ചുകൊണ്ട് പറയുന്നത്. എന്നൊരു കാര്യം പറയാനുണ്ട്. ഇന്നലെ പറഞ്ഞ ഒരു തൃശ്ശൂർ സ്വദേശിയുടെ കാര്യത്തിൽ ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞ് 1 മണിക്കൂറിനുള്ളിൽ പരിഹാരം ഉണ്ടാക്കി കൊടുത്തു. 1 കവർ ഈത്തപ്പഴം വേണം, ആത്മഹത്യ ചെയ്യാൻ വയ്യ, പട്ടിണി സഹിക്കാൻ വയ്യ എന്ന് പറഞ്ഞ ആൾക്ക് നിങ്ങൾ ജോലി കൊടുത്തു, അല്ലെങ്കിൽ ജോലി 2-3 കിട്ടാവുന്ന സാഹചര്യത്തിൽ എത്തിച്ചു വെച്ചു, ആഹാരം കൊണ്ട് കൊടുത്തു. അദ്ദേഹം ഇന്ന് സങ്കടത്തോടുകൂടി, സന്തോഷത്തിൻ്റെ സങ്കടത്തോടുകൂടി പറഞ്ഞത്, ഞാൻ ഇത്രയും നാളും ജോലി ചെയ്തിട്ട് ആളുകൾക്ക് കൊടുത്തിട്ടേ ഉള്ളൂ, എത്രയെത്ര ആളുകൾക്ക് സഹായിക്കാൻ എൻ്റെ ജീവിതത്തിൽ പറ്റി. ആദ്യമായി ഒരാളുടെ കയ്യിൽ നിന്ന് ഒരു കറൻസി വാങ്ങുമ്പോൾ നിർബന്ധിച്ച് ഒരു കാസർഗോഡ് സ്വദേശിയായ നൌഷാദ് കൊണ്ടുവന്നിട്ട് ഇപ്പോൾ കാശാണ് ആവശ്യം, ഈ കാശ് കയ്യിൽ പിടിക്കൂ എന്ന് പറഞ്ഞൊരു നോട്ട്, ഒരു കറൻസി തിരികെ കയ്യിൽ വെക്കുമ്പോൾ, നിർബന്ധിച്ച് വെക്കുമ്പോൾ കണ്ണ് നിറഞ്ഞുപോയി. ഇന്ന് വരെ ഇങ്ങനെ വാങ്ങിയിട്ടില്ല ഒരാളുടെ കയ്യിൽ നിന്നും, ഈ വാങ്ങേണ്ടി വന്ന ഒരവസ്ഥയിൽ ഞാൻ എത്തിപ്പോയല്ലോ എന്നോർത്ത്. പക്ഷേ അതൊക്കെ നൽകുന്ന ഒരു ജീവിത ആത്മവിശ്വാസം ചെറുതല്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പ്രതികരിച്ചു. അദ്ദേഹം ഇപ്പോൾ അടിക്കടി ഞങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കുന്നു, വാട്സപ്പിൽ സന്ദേശമയക്കുന്നു. അദ്ദേഹത്തിന് പുതിയ ജീവിതം കിട്ടി, അദ്ദേഹത്തിൻ്റെ കുടുംബം പുതിയ പ്രകാശത്തിലേക്ക് പോകുന്നു. ഇതിൻ്റെയൊക്കെ ഉത്തരവാദികൾ, കാരണക്കാർ ബഹുമാനപ്പെട്ട ദുബായ് വാർത്ത പ്രേക്ഷകരാണ്. ഞങ്ങൾ ഇന്ന് ഒരു വനിതയുടെ കാര്യം സൂചിപ്പിക്കാതെ വയ്യ. 32കാരി തിരുവനന്തപുരം സ്വദേശിനി. വിദ്യാഭ്യാസ യോഗ്യത പറയുമ്പോൾ 10ാം ക്ലാസ് ആണെങ്കിലും +2 ആണെങ്കിലും ബിടെക് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് ഇതിലൊക്കെ അതിശക്തമായ പെർസെൻറ്റേജിൽ 88-90% വിജയിച്ചിരിക്കുന്നത്. ആളുകൾ സ്വപ്നം കാണുന്ന മാർക്ക് വാങ്ങിയ പെൺകുട്ടിയാണ്. ഇപ്പോൾ ഒരുപാട് കടബാധ്യതകളിൽപ്പെട്ടു. ദുബായിൽ വന്നു. ദുബായിൽ ജനിച്ചു വളർന്നിട്ട് നാട്ടിലേക്ക് പോയതാണ്. ഉന്നത വിദ്യാഭ്യാസവും അതിനുശേഷമുള്ളൊരു വലിയ ജീവിതവും സ്വപ്നം കണ്ടിട്ട് വീണ്ടും കടബാധ്യതകളിൽപ്പെട്ട് പെട്ടെന്ന് തീർക്കാൻ വേണ്ടി ദുബായിൽ വന്നു, UAE വന്നു. 8 മാസമായി. കൊടുക്കുന്ന അപേക്ഷകളെല്ലാം ആൾക്കാർ വിളിച്ചിട്ട് പറയും ഓവർ ക്വാളിഫൈഡ് ആണ്, എൻജിനീയറാണ്, ബിടെക് ആണ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനാണ്, അങ്ങനത്തെ ജോലി ഞങ്ങളുടെ പക്കലില്ലല്ലോ എന്ന് പറഞ്ഞ് 8 മാസങ്ങൾ കടന്നുപോയി. ഇപ്പോൾ ആ പെൺകുട്ടി പറയുന്നു, എനിക്ക് ഏതെങ്കിലും ഒരു ജോലി ചെയ്തിട്ടുണ്ട്, ജോലികൾ അഡ്മിൻ അസിസ്റ്റൻ്റായിട്ട് ഓഫീസുകളിൽ എല്ലാ മെയിൽ അയക്കാനും എല്ലാ വിധത്തിലുള്ള അങ്ങനെയുള്ള നോളജുമുള്ള കുട്ടിയാണ്, എക്സ്പീരിയൻസുമുണ്ട്. ഒരു ജോലി ആരെങ്കിലും കൊടുത്തില്ലെങ്കിൽ ആ കുടുംബം പ്രശ്നത്തിലാകും. ഭർത്താവിൻ്റെ ജോലി നഷ്ടപ്പെട്ടു, കുടുംബത്തിൽ മാതാപിതാക്കൾക്ക് പ്രശ്നങ്ങളുണ്ട്, ജോലിയില്ല, അസുഖങ്ങളുണ്ട്, കടബാധ്യതകളുണ്ട്, തിരിച്ചു പോകാൻ പറ്റില്ല. ഇതാണൊരു പ്രവാസിയുടെ അവസ്ഥ എന്ന് മനസ്സിലാക്കണം. കുട്ടിക്കാലത്ത് സുരക്ഷിതമായി ഗൾഫിൽ കഴിഞ്ഞിരുന്ന ഒരു കുട്ടിയാണ് ഇപ്പോൾ ഇങ്ങനെ നിൽക്കുന്നത്. വിദ്യാഭ്യാസ യോഗ്യതയൊന്നും ആരും നോക്കണ്ട. ഒരു 12ാം ക്ലാസ്സുകാരിക്ക്, സാധാരണ ഡിഗ്രിക്കാരിക്ക്, ഒരു 10ാം ക്ലാസ്സുകാരിക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു നല്ല ജോലി ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഓഫീസിൽ, ഏത് എമിറേറ്റിലാണെങ്കിലും ജോലി ചെയ്യാൻ തയ്യാറാണ്. ഇപ്പോൾ കുടുംബം നിലനിർത്തിയേ പറ്റൂ. എഞ്ചിനീയർ ആണെന്നുള്ള വിചാരമൊന്നുമില്ല, ആ ഒരു ക്വാളിഫിക്കേഷൻ പരിഗണിക്കുകയേ വേണ്ട, പക്ഷേ ഒരു ജോലി വേണം എന്നുള്ളതാണ് ഏറ്റവും വലിയ ആവശ്യം. ഒരു നമ്പർ പറയാം, ഒരാശ്വാസം കിട്ടിയില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. പല രീതിയിൽ ഞങ്ങളോട് പല പ്രാവശ്യമായിട്ട് പറയുന്നു, എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റുമോ? 8 മാസമായി ഉന്നത വിദ്യാഭ്യാസ യോഗ്യതയും വെച്ചുകൊണ്ട് ഇങ്ങനെ അലയാൻ പറ്റുന്ന സാഹചര്യത്തിലല്ല ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതി. എവിടെന്നെങ്കിലുമൊക്കെ കിട്ടുന്ന കിറ്റുകളിൽ അഭയം തേടിക്കൊണ്ടാണ് ഇപ്പോൾ അന്നം മുന്നോട്ട് പോകുന്നത്. വിശപ്പിൻ്റെ വിളിയുണ്ട്, കുഞ്ഞിന് വിശപ്പുണ്ട്, വീട്ടിൽ മൊത്തത്തിൽ പട്ടിണിയുണ്ട്. അത് മറികടക്കാൻ ഇപ്പോൾ ഏതായാലും ഈ നമ്പറിലൊന്ന് വിളിച്ച് ഒരാശ്വാസം, ഒരു ജോലി, ശമ്പളം കുറഞ്ഞാലും കുഴപ്പമില്ല, പിടിച്ചു നിൽക്കാനുള്ള ഒരു ജോലി ആരെങ്കിലും ഒന്ന് കൊടുക്കണമെന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി ഓർമ്മിപ്പിക്കുകയാണ്. 056-129-5839. കൂടുതൽ ഐഡൻറ്റിറ്റി ഞങ്ങൾ വെളിപ്പെടുത്തുന്നില്ല. ഓരോരുത്തരുടെയും സാഹചര്യത്തിൽ, ഒരുപക്ഷേ കൊട്ടാരങ്ങളിൽ കഴിഞ്ഞവർ ഓരോ സാഹചര്യങ്ങളിൽ ഇങ്ങനെയൊക്കെ ആയി വരുന്നത് നമ്മൾ മനസ്സിലാക്കണം. നമ്മളും നമ്മുടെ സഹോദരിയുമൊക്കെ ഇങ്ങനെയാകാനുള്ള സാധ്യതയെക്കുറിച്ച് ഒരു നിമിഷം ചിന്തിക്കണം. ഇത് കേൾക്കുന്ന ആയിരങ്ങളിൽ ആരെങ്കിലും ഒരാൾ ഈ കുട്ടിയെ സഹായിക്കാൻ വേണ്ടി മുന്നോട്ട് വരുമെങ്കിൽ അവർക്കൊരു വലിയ വിശാലമായ കുടുംബത്തിൻ്റെ വലിയ ജീവിത സ്വപ്നങ്ങൾ നമ്മൾ ഈ രാത്രി, ജൂൺ 28 രാത്രി നെയ്തു കൊടുക്കുകയാണ്.
ഏത് എമിറേറ്റിലും ജോലി ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഏത് ഓഫീസിലും ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. 056-129-5839. ഇന്ന് ഹിസ് ഹൈനസ് ഷേഖ് മുഹമ്മദ് കാസർഗോഡിലെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ മാർക്കറ്റ് സന്ദർശിച്ചു. സർപ്രൈസ് വിസിറ്റിന് അദ്ദേഹം വളരെ പ്രസിദ്ധി കേട്ടതാണ്. പെട്ടെന്ന് എല്ലായിടത്തും പോയിട്ട് സന്ദർശിക്കും. നേരത്തെ ഒരു ഫിഷ് ടാങ്ക്, ഒരു ഫിഷ് വളർത്തുന്ന കേന്ദ്രം സന്ദർശിക്കാൻ വേണ്ടി പോയി. ജുമേരയിൽ ഒരു ഹോട്ടലിൽ പോയിട്ടുണ്ട്. DMCC കോഫി സെൻറ്ററിൽ പോയിട്ടുണ്ട്. എങ്ങനെയാണ് നടക്കുന്നത്, പ്രജകൾ, രാജ്യത്തെ ആളുകൾ എങ്ങനെ കഴിയുന്നു എന്നുള്ളത് അറിയാൻ വേണ്ടി എപ്പോഴും പോയി നോക്കുന്നൊരു ശീലമുണ്ട്. അങ്ങനെ ഇന്ന് പച്ചക്കറി മാർക്കറ്റിലും പോയി ദി ഫ്രഷ് മാർക്കറ്റിൽ സന്ദർശനം നടത്തി. UAE മൊത്തത്തിലുള്ള അഗ്രികൾച്ചർ വരുമാനം കൂട്ടാൻ വേണ്ടിയുള്ള ഒരുപാട് നടപടികൾ ആരംഭിക്കുകയാണ്. ഫുഡ് സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് അതിനുവേണ്ടി ധനസഹായം പ്രഖ്യാപിച്ചുകൊണ്ട് ഇതിന് പോവുകയാണ്. 320 മില്യൺ ദിർഹംസാണ് ഇതിനുവേണ്ടി നാഷണൽ യൂണിവേഴ്സിറ്റീസിനെ വെച്ചുകൊണ്ട് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ബജറ്റിൽ വകയിരുത്തിയിരിക്കുന്നത് എന്നും പറഞ്ഞിട്ടുണ്ട്. UAE നിന്ന് 2 പേർ മരിച്ചു. 313 മരണസംഖ്യ. ഇന്ന് 437 പേർക്ക് രോഗബാധ വന്നു. 58,000 ആളുകൾ ടെസ്റ്റ് ചെയ്തപ്പോൾ 577 പേർ രോഗമുക്തി ആയി പോവുകയും ചെയ്തു. ഇപ്പോൾ കോവിഡ് ഫ്രീ ഹോസ്പിറ്റൽസിൻ്റെ കാര്യം ഒരുപാട് എല്ലാ ദിവസവും പുറത്തു വരികയാണ് വാർത്തകൾ. ജോലി നഷ്ടപ്പെട്ട 1,80,000 തൊഴിലാളികളെ അബുദാബിയിൽ നിന്ന് അവരവരുടെ മാതൃരാജ്യങ്ങളിലേക്ക് പറഞ്ഞയച്ചു, കാശും ആനുകൂല്യങ്ങളും ഒക്കെ കൊടുത്തുകൊണ്ട്. അങ്ങനെ ഒരു രഹസ്യമായ പുണ്യപ്രവൃത്തി അബുദാബി ഗവൺമെൻറ് ചെയ്തത് പലപ്പോഴും വാർത്തകളിൽ വന്നിട്ടില്ല. SS ലൂത്ത എന്ന ലെജൻഡറി കമ്പനിയുടെ സയ്യിദ് ബിൻ അഹമ്മദ് അൽ ലൂത്ത മരണമടഞ്ഞു. ഹിസ് ഹൈനസ് ഷേഖ് മുഹമ്മദ് ആദരാഞ്ജലികൾ അർപ്പിച്ചിട്ടുണ്ട്. ദുബായ് ഇസ്ലാമിക് ബാങ്ക് അടക്കമുള്ള ബാങ്കുകളുടെയും സ്ഥാപനങ്ങളുടെയും ഒക്കെ സ്ഥാപകനാണ് സയ്യിദ് ബിൻ അഹമ്മദ് അൽ ലൂത്ത എന്ന് പറയുന്ന UAE സ്വദേശി. ഷാർജ അപ്കോ ടവറിൽ തീ പിടിച്ചപ്പോൾ ഒരുപാട് കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കേണ്ടി വന്നപ്പോൾ ഷാർജ ചാരിറ്റി അസോസിയേഷൻ 1 മില്യൺ ദിർഹം ചെലവഴിച്ചിട്ടാണ് അവർക്ക് താമസവും ഭക്ഷണവും കൊടുത്തതെന്ന കണക്ക് പുറത്തു വന്നിട്ടുണ്ട്. നമ്മുടെ ജെറ്റ് എയർവേസിനെ വാങ്ങാൻ വേണ്ടി UAE ചില കമ്പനികൾ അന്തിമ നോട്ടം ഇട്ടിരിക്കുകയാണ്. എംപീരിയൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് LLC ആണ് ഇപ്പോൾ അവസാന ഘട്ട ബിഡർ ആയിട്ട് നിൽക്കുന്നത്. മിക്കവാറും വാങ്ങും എന്ന അർത്ഥത്തിൽ പോവുകയാണ്. എത്രയൊക്കെ നഷ്ടമുണ്ട് എന്നുള്ള കാര്യം കണക്കാക്കിക്കൊണ്ടിരിക്കുകയാണ്. സൗദി അറേബ്യയിൽ പുറത്തുനിന്ന് വാങ്ങുന്ന സാധനങ്ങൾക്ക്, ഓൺലൈനിൽ വരുന്ന സാധനങ്ങൾക്ക് 15% ടാക്സ് കൊടുക്കേണ്ടി വരും ഓൺലൈൻ പർച്ചേസിന്. അതും ഈ ജൂലൈ 1 മുതൽ പ്രാബല്യത്തിൽ വരികയാണ്. കേരളം അന്താരാഷ്ട്ര തലത്തിൽ എപ്പോഴും ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സൽപ്പേരുണ്ട്. അത് കോവിഡ് പരിചരണത്തിലാണെങ്കിലും ഫ്ലഡിൻ്റെ അവസ്ഥ നേരിട്ട സാഹചര്യത്തിലാണെങ്കിലും നമ്മൾ 1ാം നിരയിലാണ്. ഇന്നിപ്പോൾ ഗൾഫ് ന്യൂസ് അടക്കമുള്ള, ഖലീജ് ടൈംസ് അടക്കമുള്ള മാധ്യമങ്ങളൊക്കെ നോക്കുമ്പോൾ കേരളത്തെക്കുറിച്ച് വരുന്ന വാർത്തകൾ 2-3 എണ്ണം സൂചിപ്പിക്കാം. ഒന്ന്, ഷംന കാസിമിൻ്റെ കാര്യത്തിൽ ഒരു ഗ്യാങ് പ്രവർത്തിക്കുകയാണ്, നടികളെയൊക്കെ വേട്ടയാടുന്ന. ഇതാണോ സാംസ്കാരിക കേരളം? അങ്ങനെയുള്ളവരെ അറസ്റ്റ് ചെയ്തു എന്നുള്ള വാർത്തയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വരുന്നത്. 2, നേരത്തെ പറഞ്ഞ ഉത്രയെ കൊലപ്പെടുത്തിയ പാമ്പിനെ കൊണ്ടുവന്ന ഭർത്താവ് സൂരജ്. ആ വാർത്തകൾ മലയാളികൾക്ക് നാണമുണ്ടാക്കുന്ന വിധം അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നു. ഇപ്പോഴും അതിൻ്റെ സോഷ്യൽ മീഡിയ വൈറലായിക്കൊണ്ട് പല കാര്യങ്ങളും മുന്നോട്ട് പോവുകയാണ്. കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ പ്രചരിപ്പിച്ചതിൻ്റെ പേരിൽ 50ഓളം ആളുകൾ അറസ്റ്റിലായതിൻ്റെ വാർത്തയും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നു കേരളത്തെക്കുറിച്ച്. നമ്മുടെ ഫോക്കസ് മാറിപ്പോകുന്നത് നമ്മളൊന്ന് ഓർമ്മിക്കണം. ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ കേരളത്തിൻ്റെ വാർത്ത വരുന്നത്. ടൈം മാഗസിനിൽ ഫ്രണ്ട് പേജിൽ, BBC-യിൽ ഇൻ്റർവ്യൂ, ഇതൊക്കെ ഒരു വശത്ത് വരുമ്പോഴും മറുഭാഗത്ത് ഇങ്ങനെയൊക്കെ വരുന്നുണ്ടെന്നുള്ള ഒരു വളരെ സങ്കടകരമായ കാര്യമാണ് ഇപ്പോൾ ഓർമ്മിപ്പിക്കുന്നത്. ഇന്ന് സൗദി അറേബ്യയിൽ 40 പേർ മരിച്ചു. ഖത്തറിൽ ആരും മരിച്ചതായി വിവരം വന്നിട്ടില്ല. UAE-യിൽ 2 പേർ, കുവൈറ്റിൽ 4 പേർ, ഒമാനിലും ബഹറിലും 4 പേർ വീതം മരിച്ചതായിട്ടാണ് റിപ്പോർട്ട് പറയുന്നത്. ഇങ്ങനെയൊക്കെ പറയുമ്പോഴും നമ്മൾ ആശ്വസിക്കേണ്ട ഒരു കാര്യമുണ്ട്. 778 കോടി ആളുകളിൽ 1,76,357 പേർക്കാണല്ലോ രോഗബാധ വന്നിരിക്കുന്നത്. ഇത് കൃത്യമായി പരിശോധിച്ചാൽ മൊത്തം ജനസംഖ്യയുടെ 0.128% ആളുകൾക്ക് മാത്രമാണ് രോഗം വന്നിരിക്കുന്നത്. 1% പോലും വന്നിട്ടില്ല എന്ന് ആശ്വസിക്കുക. 0.128 അത്രയും ശതമാനത്തിന് മാത്രമേ വന്നിട്ടുള്ളൂ. മരിച്ചതാകട്ടെ 0.0000642% മാത്രം. 1% വന്നിട്ടില്ല. എത്രയോ പിറകിലാണ്. അതുകൊണ്ട് നമുക്ക് ആശ്വസിക്കാം, ഇതെല്ലാവരെയും ബാധിച്ചിട്ടില്ല. പക്ഷേ 212 രാജ്യങ്ങളിലും ടെറിട്ടറികളിലും ഇത് ഭീതി ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ഭീതിയെക്കുറിച്ച് എടുത്തു പറയുന്നതും ശതമാനം പറയുന്നതും എന്തിനാണെന്ന് വെച്ചാൽ
ഇത് മനസ്സിലാക്കിയിട്ട് ലോകം മറ്റൊരു ഘട്ടത്തിലേക്ക് പോകുന്നു. ഈ കോവിഡ് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോരുത്തർ ചർച്ച സംഘടിപ്പിക്കാറുണ്ട്, വെബിനാറുകൾ, സെമിനാറുകൾ. ഇത് കഴിഞ്ഞിട്ട് എന്നൊരു കാലം പെട്ടെന്നൊന്നും ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് സ്വയം ആലോചിക്കുന്ന ചർച്ചയാണ് നമുക്കിപ്പോൾ വേണ്ടത്. ഇതിനോടൊപ്പം തന്നെ എങ്ങനെ പോകാൻ പറ്റും? ഒരു വശത്തുകൂടി കോവിഡ് എങ്ങനെ നടന്നോട്ടെ, വൈറസ് നമ്മളെ ആക്രമിക്കാൻ വേണ്ടി വന്നോട്ടെ, അതിനെ ആക്രമിക്കാൻ വേണ്ടി സ്വാഭാവികമായ പ്രതിരോധ ശേഷി വർദ്ധിപ്പിച്ചുകൊണ്ട് നമുക്കെങ്ങനെ പോരാടാം, എങ്ങനെ അതിജീവിക്കാം, എങ്ങനെ ജീവിച്ചിരിക്കാം എന്ന കാര്യത്തെക്കുറിച്ച് നമുക്ക് ആലോചിച്ചുകൊണ്ട് നന്നായി ഇത്ര നാളും വന്നതിനേക്കാൾ നന്നായി മുന്നോട്ട് പോയാലേ പറ്റൂ എന്ന രൂപത്തിൽ മനസ്സിനെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് എങ്ങനെ പോകാൻ പറ്റുമെന്ന് നമ്മൾ ആലോചിക്കുക. ഇന്ത്യയിൽ ഇത്രയും കൂടുതൽ കേസുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. അമേരിക്കയിൽ അങ്ങനെ, ചൈനയിൽ നിന്ന് ഇതുവരെ ഒഴിഞ്ഞു പോയിട്ടില്ലല്ലോ. നവംബറിൽ വന്നെന്ന് പറയുന്നു, അതിന് മുമ്പാണ് കണ്ടതെന്ന് പറയുന്നു, ഡിസംബറിലാണ് കണക്ക് വന്നതെന്ന് പറയുന്നു, പരിശോധിച്ച് ഉറപ്പിച്ചത് ന്യൂമോണിയ അല്ല, ഇത് പുതിയൊരു വൈറസാണെന്നൊക്കെ പറഞ്ഞു വെച്ചത് ഡിസംബറിലാണെന്ന് പറയുന്നു, അതല്ല ജനുവരിയിലാണല്ലോ ആൾ മരിച്ചതെന്ന് പറയുന്നു. ഇങ്ങനെ പല കണക്ക് വന്നാലും 5-6 മാസം കഴിഞ്ഞു പോയോ, 200 ദിവസം കഴിഞ്ഞു പോയോ പലയിടത്തും. എന്നിട്ട് ചൈനയിൽ ഇപ്പോഴുമുണ്ട് 8, 10, 15, 20, 40 കേസുകൾ വരുന്നു. അപൂർവമായിട്ടെങ്കിലും 1-2 മരണം വരുന്നു. അപ്പോൾ ഇത് വിട്ടുപോയിട്ടില്ല. അതിനു മുമ്പേ ഇറ്റലിയിൽ കണ്ടു എന്ന് പറയപ്പെടുന്നുണ്ട്. അതല്ല, വന്ന ആളുകളെ കെട്ടിപ്പിടിച്ച് സ്വീകരിച്ചപ്പോൾ കിട്ടിയതാണ്, ചൈനക്കാരെ അങ്ങനെ സ്വീകരിച്ചപ്പോൾ കിട്ടിയതാണ് ഇറ്റലിയിൽ എന്ന് പറയുന്നുണ്ട്. ഇതിനിടെ ലോക്ക്ഡൗൺ പിൻവലിച്ചുകൊണ്ട് മുന്നോട്ട് പോയ രാജ്യങ്ങൾ ഇപ്പോൾ വീണ്ടും ലോക്ക്ഡൗണുമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ലോക്ക്ഡൗൺ എന്നുള്ളത് പലപ്പോഴും പ്രഖ്യാപിക്കാനും പിൻവലിക്കാനും ഒക്കെ പറ്റിയ കാര്യമായി മാറുമ്പോൾ അതുമായി പരിചയിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകേണ്ടി വരും. ഒറ്റ കാര്യം മാത്രം അന്താരാഷ്ട്ര സമൂഹം പറയുന്നതിനെ മനസ്സിൽ വയ്ക്കുക, നമുക്ക് നമ്മളെയുള്ളൂ. നമ്മുടെ വായിലെ മൂക്കിലെ സ്രവം പുറത്തേക്ക് വരുമ്പോൾ മില്യൺ കണക്കിന് വൈറസുകൾ അതിലുണ്ട്. അത് പോകാൻ പറ്റിയ ദൂരം 1/2 മീറ്റർ മുതൽ 1 മീറ്റർ വരെയാണ്. അതിനിടയിൽ ഇങ്ങനെ മില്യൺ കണക്കിന് വ്യാപിക്കും വൈറസുകൾ. അതാണ് 2 മീറ്റർ അപ്പുറം നിൽക്കണമെന്ന് പറയുന്നത്. അങ്ങനെ അങ്ങോട്ട് എത്തില്ല. UAE തന്നെ ഈ ലോക്ക്ഡൗൺ പിൻവലിച്ചതിനെ ദുസ്വാതന്ത്ര്യമായി എടുക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഫൈൻ ഒരുപാട് കിട്ടുകയാണ് ഇപ്പോൾ. അത് ഗ്യാതറിംഗ് വേണ്ട, വീടുകളിൽ പോലും ആളുകൾ ഒന്നിച്ച് കൂടരുത് എന്ന് പറയുമ്പോൾ, പുറത്തുനിന്നുള്ള സദസ്സുകളിൽ നിന്ന് ആളുകൾ വരരുത്, കുടുംബ സദസ്സുകൾ സംഘടിപ്പിക്കരുതെന്ന് പറയുമ്പോൾ അതിൻ്റെ ഗൗരവം മനസ്സിലാക്കണം. അതിനർത്ഥം ജീവിക്കേണ്ട എന്നല്ലല്ലോ. അപ്പോൾ കൃത്യമായും ഉറച്ച് വിശ്വസിച്ചിട്ട് ഈ രോഗത്തെ മാറ്റി നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ഘടന ഉണ്ടാക്കണം. മാസ്ക് ധരിക്കാൻ പറഞ്ഞാൽ പല ഗവൺമെൻറ് ഓഫീസുകളിൽ പോലും ആളുകൾ, ജീവനക്കാർ പോലും അത് മാസ്ക് താടിക്ക് താഴെയാക്കിയിട്ടാണ് ഇരിക്കുന്നത്. ഇതൊക്കെ ഗവൺമെൻറ് ഓഫീസുകളിൽ ക്യാമറയുണ്ട്, ഞങ്ങൾ പറയുന്നതിന് തെളിവുകളുണ്ട്. ഇതൊരിക്കലും ഗവൺമെൻറ് ജീവനക്കാരോ ഒരു ഓഫീസിലെ ജീവനക്കാർ ഇങ്ങനെ ചെയ്യരുത്. പ്രൈവറ്റ് ആണെങ്കിലും ഗവൺമെൻറ് ആണെങ്കിലും ഇതൊക്കെ കണ്ടുപഠിക്കുന്ന, ഇതൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ആളുകൾ വിചാരിക്കും, ഇവർക്കിങ്ങനെ ചെയ്യാമെങ്കിൽ നമുക്കും ചെയ്യാമല്ലോ. എത്ര ആളുകളാണ് ഒരു അലങ്കാരത്തിന് മാത്രം ഒരു തുണി ഇങ്ങനെ താടിയിൽ കെട്ടിയിട്ടിട്ട് ഒരു ഫാഷൻ പോലെ നടക്കുന്നത് ഇപ്പോഴും ഇന്നും. എത്ര പറഞ്ഞാലും മനസ്സിലാവാത്ത രൂപത്തിൽ. ഇന്ന് ഒരു ഗവൺമെൻറ് ഓഫീസിൽ ഞങ്ങൾക്ക് സന്ദർശനം നടത്തേണ്ടി വന്നപ്പോൾ അവിടെ വന്ന 2-3 മലയാളികൾ ഈ താടിയിലൂടെ താഴ്ത്തി മാസ്ക് വെച്ചിട്ട് ഫോണിൽ ഇങ്ങനെ സംസാരിക്കുകയാണ്. മിനിറ്റുകളോളം, മണിക്കൂറുകളോളം സംസാരിക്കുകയാണ്. ലോകത്തൊരു മാറ്റവും വന്നിട്ടില്ല എന്ന് ചിന്തിച്ചുകൊണ്ട്. മലയാളത്തിലാണ് സംസാരം എന്നുള്ളതുകൊണ്ട് കൃത്യമായിട്ട് മനസ്സിലായി, മലയാളികൾ തന്നെയാണല്ലോ. ഏതായാലും ഇങ്ങനെയൊക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെയൊക്കെ ഇടപെട്ട് കഴിഞ്ഞാൽ ഈ വൈറസ് പോകില്ല, മാറി നിൽക്കില്ല, നമ്മൾ ആപത്തിലേക്ക് പോകും. അതുകൊണ്ട് നമ്മുടെ വൈറസിനെ വേറൊരാൾക്ക് കൊടുക്കാതെയും, ചിലർ പറയുന്നത് എനിക്ക് അസുഖമൊന്നുമില്ലല്ലോ, ഞാൻ ആർക്കും കൊടുക്കില്ല എന്നാണ്. പക്ഷെ തിരിച്ചു കിട്ടാമല്ലോ. അസുഖം ഇല്ലെങ്കിൽ ലക്ഷണമില്ലാത്തതിനാണ് ഈ പറയുന്നത്. ലക്ഷണമില്ലാത്ത ഒരാളുടെ ഉള്ളിൽ വൈറസ് കടന്നിട്ട് ആ തുപ്പൽ പുറത്തേക്ക് പോയാൽ മറ്റൊരാൾക്ക് കിട്ടാം. എന്തിനാണ് വേറൊരാൾക്ക് കൊടുക്കുന്ന സാഹചര്യം സൃഷ്ടിക്കുന്നത്? എന്തിനാണ് മറ്റൊരാളിൽ നിന്നുപോലെ തിരിച്ചു വാങ്ങുന്നത്? അതുകൊണ്ട് നമുക്ക് കുറച്ചു കാലം മനസ്സ് ഒരുമപ്പെട്ട് നിന്നുകൊണ്ട് ശരീരത്തെ കുറച്ചങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് സഞ്ചരിക്കാൻ ശ്രമിക്കാം. അപ്പോൾ ലോകാരോഗ്യ സംഘടന പറയുന്ന 12 മുതൽ 18 വരെ മാസം കഴിയുമ്പോൾ ഈ വൈറസ് ഒരുപക്ഷെ ഒന്നടങ്ങും. ഇപ്പോൾ തന്നെ 10 തരമായി മാറിയിരിക്കുന്നെന്നാണ് പറയുന്നത്. ഏത് വാക്സിൻ കൊണ്ടാണ് ഇതിനെ കീഴടക്കാൻ പോകുന്നത്? അല്ലെങ്കിൽ തന്നെ ഫ്ലൂ എന്നും പറഞ്ഞ് വാക്സിൻ യൂറോപ്പും അമേരിക്കയും മുഴുവനും എല്ലാവർക്കും കൊടുത്തിട്ടിപ്പോൾ എന്തായി? ആളുകളുടെ പ്രതിരോധമില്ലാതായി. കഴിക്കുന്ന ആഹാരത്തെ ശ്രദ്ധിക്കുക, പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുക, അകലം പാലിക്കുക, മാസ്ക് ധരിക്കുക, സോപ്പ് കൊണ്ട് വെള്ളം കൊണ്ട് കൈ കഴുകിക്കൊണ്ടിരിക്കുക. നമ്മൾ അറിയാതെ നമ്മുടെ മുഖത്തേക്ക് പോകുന്ന വിരലുകൾ, അത് മാറ്റാൻ പറ്റില്ല, മനുഷ്യ സഹജമാണ്. അപ്പോൾ അത് മാറ്റാൻ പറ്റാത്തത് കൊണ്ട് ഇടയ്ക്കിടെ കഴുകിക്കൊണ്ടിരിക്കുക. ഇങ്ങനെയൊക്കെ സ്വയം രക്ഷ നേടിയാൽ ലോകം രക്ഷയായി എന്ന കാര്യം മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ടാണ്
ജിജീസ് ജെ മാർക്കറ്റിങ്ങിന് 5 ടിക്കറ്റ് ഇന്ന് ദുബായ് വാർത്തയ്ക്ക് എത്തുന്നതിന് പ്രത്യേക നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് നിങ്ങൾ അർഹതയുള്ളവർ ഇൻബോക്സിലേക്ക് വരണം, നിങ്ങളുടെ കാര്യങ്ങളൊന്ന് എഴുതണം എന്ന് ഓർപ്പിച്ചുകൊണ്ട് തിരുവനന്തപുരം സ്വദേശിനിക്ക് ആരെങ്കിലും ജോലി കൊടുക്കുമെന്നുള്ള ഉത്തമ വിശ്വാസത്തോടു കൂടി ഇതുവരെ പറഞ്ഞ എല്ലാവർക്കും ജോലി കൊടുത്ത ചരിത്രമാണുള്ളത് എന്ന കാര്യം നന്ദിപൂർവ്വം ഓർമ്മിപ്പിച്ചുകൊണ്ട് ദുബായ് വാർത്തയുടെ ജൂൺ 28 നൈറ്റ് അപ്ഡേറ്റ്സ് ലൈവ് സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.